നിരവധി സിനിമകളിലൂടെയും സീരിയലുകളിലൂടെയും മലയാളികളുടെ പ്രിയങ്കരിയായ നടിയാണ് സോന നായർ. സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന നെഗറ്റീവ് കമൻറ്റുകൾ ശ്രദ്ധിക്കാറില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് നടി. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു സോന നായർ. എല്ലാ കമൻസുകളും പോസിറ്റീവായിട്ട് അങ്ങ് എടുക്കും. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് മുഖ്യം, കമൻറ്റുകളല്ല. നമ്മളെക്കുറിച്ച് എല്ലാവരും ഒരുപോലെ സംസാരിക്കണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. കമൻറ്റുകൾ എഴുതുന്നവർ എഴുതിക്കൊണ്ടേയിരിക്കും. അവരുടെ കുറച്ച് അക്ഷരങ്ങൾ നന്നാകും. അതിനപ്പുറം ഇതൊന്നും വലിയ സംഭവമൊന്നുമല്ല. അതെല്ലാം അതിൻ്റെ വഴിക്ക് പോകും. നരൻ എന്ന സിനിമയിലെ കുന്നുമ്മേൽ ശാന്ത എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചതിന് സോന നായർക്ക് ഇന്നും പ്രശംസകൾ ലഭിക്കാറുണ്ട്. ഏകദേശം 2 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നരൻ പുറത്തിറങ്ങിയപ്പോൾ കഥാപാത്രങ്ങളെ ജനങ്ങളിൽ സജീവവും പുതുമയുള്ളതുമായി തുടരുന്നു എന്നത് ഇപ്പോഴും ആശ്ചര്യമാണ്. നരനിൽ മുള്ളംകൊല്ലി വേലായുധൻ എന്ന കഥാപാത്രമായി മോഹൻലാലിനെ അല്ലാതെ മറ്റൊരു നടനെയും നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. ആ കഥാപാത്രത്തിനായി അദ്ദേഹം വളരെയധികം പരിശ്രമിച്ചിരുന്നു. അവിടെ ലാൽ സാർ ഡ്യൂപ്പില്ലാതെ സ്റ്റണ്ടുകൾ ചെയ്യാൻ തീരുമാനിച്ചുകൊണ്ട് ഞങ്ങളെയെല്ലാം അത് അത്ഭുതപ്പെടുത്തിയിരുന്നു. കുന്നുമ്മേൽ ശാന്തയുടെ ജീവിതത്തിൽ ഒരേ ഒരു പ്രണയമേ ഉണ്ടായിരുന്നുള്ളൂ, മുള്ളംകൊല്ലി വേലായുധൻ. എന്നിരുന്നാലും അത് തിരിച്ചു വരാത്ത പ്രണയമായിരുന്നു. വേലായുധൻ്റെ പ്രധാന കടമ ശാന്തയെ പ്രണയിക്കുന്നതിനേക്കാൾ സംരക്ഷിക്കുക എന്നതായിരുന്നു. എൻ്റെ എല്ലാ സിനിമകൾക്കും ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നരൻ എന്ന സിനിമയിൽ ആ ഭാഗ്യം എനിക്ക് നഷ്ടപ്പെട്ടു. വിനോദ് മങ്കര സംവിധാനം ചെയ്ത കാംബോജിയിലും സോന നായർ അഭിനയിച്ചിട്ടുണ്ട്. സംവിധായകൻ കഥ പറഞ്ഞ ഉടനെ എൻ്റെ മനസ്സ് സിനിമയ്ക്ക് ഒരു വലിയ സമ്മതം നൽകി. പരാമർശിച്ച കഥാപാത്രത്തിന് കഥകളി ഗാനങ്ങളോട് ഒരു വന്യമായ പ്രണയമുണ്ടായിരുന്നു. എനിക്ക് ആ കഥാപാത്രത്തോട് ഭയങ്കര ഇഷ്ടം തോന്നി. എന്നിരുന്നാലും സിനിമയിലെ ഒരു സുപ്രധാനമായ പ്രണയരംഗം സംവിധായകൻ വിശദീകരിച്ചതോടെ ഒരു തടസ്സം നേരിട്ടു. ആ രംഗം കേട്ടപ്പോൾ എനിക്ക് വളരെ ദേഷ്യം വന്നു, സംശയവും തോന്നി. എൻ്റെ ഭർത്താവ് സിനിമ മേഖലയിലായിരിക്കുമ്പോൾ അദ്ദേഹം എനിക്ക് വളരെ പിന്തുണയാണ് നൽകിയിരിക്കുന്നത്. നടൻ വിനീത് ശാന്തമായി സംസാരിക്കുകയും വാക്കുകളിലൂടെ എനിക്ക് ആത്മവിശ്വാസം നൽകുകയും ചെയ്തു. ആ സിനിമ ഇപ്പോഴും എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. ഞാൻ ചെയ്ത ആ വേഷത്തിൽ എനിക്കിപ്പോഴും സന്തോഷമുണ്ട്.